Good morning, students. Welcome to today's class. Today we are discussing about module 3, that is optical detectors. Okay. In previous class we have studied about optical sources, that is LED and laser. That is optical source, nothing but it will convert electrical energy into optical energy. Then in optical detectors, the optical detector will detect the photons or light. It will detect the light, or it will convert the light signal into, or optical signal into electrical signal. Okay, that is called the optical detectors. Okay, so a photo detector is a device which absorbs light and convert the optical energy to measurable electric current. Okay, so detectors can be classified into two: thermal detectors and photon detectors. Okay, or photo detectors, thermal detectors and photo detectors. അപ്പോൾ ഫോട്ടോ ഡിറ്റക്ടർ എന്താ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അതിനെ ഒപ്റ്റിക്കൽ എനർജി ആയിട്ടുള്ള ലൈറ്റിനെ എന്താക്കി മാറ്റും, കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ കറണ്ട് ആക്കി മാറ്റുന്നതിനാണ് എന്ത് പറയാ, ഒപ്റ്റിക്കൽ ഡിറ്റക്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ഒപ്റ്റിക്കൽ ഡിറ്റക്ടേഴ്സ് ടു ടൈപ്സ് ഉണ്ട്, ദാറ്റ് ഇസ് തെർമൽ ഡിറ്റക്ടേഴ്സും ഉണ്ട്, ഫോട്ടോൺ ഡിറ്റക്ടേഴ്സും ഉണ്ട്. ഓക്കെ, when light falls on the device, it rises its temperature, which in turn changes the electrical properties of the device material, like its electrical conductivity. ഓക്കെ, ഇത് തെർമൽ ഡിറ്റക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ്, അതൊരു ഫോട്ടോ ഡിറ്റക്ടർ തന്നെയാണ്, പക്ഷെ ലൈറ്റ് ഈ ഒരു ഡിവൈസിലോട്ട് ഫോളോ ചെയ്താൽ അതായത് അതിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയിൽ ചേഞ്ച് വരും. അതായത് അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുക അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കുറയുക, അതായത് അതിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയിൽ ഡിഫറൻസ് വരുന്നതിനാണ് തെർമൽ ഡിറ്റക്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് തെർമൽ എന്ന് പറയാൻ കാരണം ലൈറ്റ് ഫോളോ ചെയ്താൽ അതെന്ത് ചെയ്യും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. സോ നമുക്ക് ടെമ്പറേച്ചർ, തെർമൽ ഡിറ്റക്ടേഴ്സ് പറയുമ്പോൾ ടെമ്പറേച്ചർ ഉണ്ടോ ഡിറ്റക്ട് ചെയ്യാനും വേണ്ടി ലൈറ്റ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അവിടെ ഒരു ലൈറ്റ് ഒരു ഡിറ്റക്ടറിന്റെ മുകളിൽ ഫോളോ ചെയ്താൽ അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരും. ദാറ്റ് ഈസ് തെർമൽ ഡിറ്റക്ടേഴ്സ്. എക്സാമ്പിൾ ഓഫ് തെർമൽ ഡിറ്റക്ടേഴ്സ് ആർ തെർമോപൈൽ. ഓക്കെ, തെർമോപൈൽ എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് തെർമോകപ്പിൾ കേട്ടിട്ടുണ്ടാവും. തെർമോകപ്പിൾ സീരീസ് ആയി വെക്കുന്നതിനാണ് തെർമോപൈൽ എന്ന് പറയാം. ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ തെർമൽ ഡിറ്റക്ടർ. ദെൻ പൈറോ ഇലക്ട്രിക് ഡിറ്റക്ടർ, ഇതൊക്കെയാണ് തെർമൽ ഡിറ്റക്ടേഴ്സിന്റെ എക്സാമ്പിൾ. അതായത് നമ്മൾ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യുന്നതാണ് തെർമൽ ഡിറ്റക്ടേഴ്സ്. അതായത് ലൈറ്റ് ഫോളോ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ റൈസ് ചെയ്യും, ആൻഡ് ഇൻ ടേൺ ഇറ്റ് വിൽ ചേഞ്ചസ് ദ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഫോട്ടോൺ ഡിറ്റക്ടർ. when photon detectors work on the principle of conversion of photon to electrons. ഈ ഫോട്ടോൺ ഡിറ്റക്ടർ എന്ന് പറയുമ്പോൾ ഫോട്ടോണിനെ ഇലക്ട്രോൺ ആയി കൺവേർട്ട് ചെയ്യുക. അതായത് നമ്മൾ സെമി കണ്ടക്ടർ മെറ്റീരിയൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിനെ ഒരു ഫോട്ടോൺ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ ഫോട്ടോൺ ഓഫ് എനർജി ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്തിട്ട് ഇലക്ട്രോൺസ് എന്തായി കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, സോ അൺലൈക്ക് ദ തെർമൽ ഡിറ്റക്ടേഴ്സ്, സച്ച് ഡിറ്റക്ടേഴ്സ് ആർ ബേസ്ഡ് ഓൺ ദ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫോട്ടോൺ റാദർ ദാൻ ഓൺ ദ റേറ്റ് ഓഫ് എനർജി അബ്സോർപ്ഷൻ. ഇവിടെ തെർമൽ ഡിറ്റക്ടേഴ്സിന്റെ കേസിൽ നമ്മുടെ ലൈറ്റ് എനർജി എത്ര അബ്സോർബ് ചെയ്തു അതിനനുസരിച്ചാണ് ടെമ്പറേച്ചർ ചേഞ്ചസ് അതുപോലെ ഇലക്ട്രിക്കൽ ചേഞ്ചസ് ഒക്കെ വരാം. പക്ഷെ ഇവിടെ എത്ര ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്തു അതിനനുസരിച്ചാണ് നമ്മുടെ ഇലക്ട്രോൺസ് ഫോം ചെയ്യുക. സോ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് പറയുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫോംഡ് when photon is fall on it, that is for conversion of photon to electron. ഫോട്ടോണിനെ ഇലക്ട്രോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് എന്താ പറയാ, ഫോട്ടോൺ ഡിറ്റക്ടേഴ്സ് എന്ന് പറയാം. അവർ ഡിവൈസ് മേ അബ്സോർബ് ഫോട്ടോൺസ് ഓൺലി ഇഫ് എനർജി ഇൻസിഡന്റ് ഫോട്ടോൺ ഇസ് അബോവ് എ സർട്ടൻ മിനിമം ത്രഷോൾഡ്. ഓക്കെ, അപ്പോൾ ത്രഷോൾഡ് ലെവലിൽ നമുക്ക് കൊടുത്താലാണ്, അല്ലെങ്കിൽ ത്രഷോൾഡ് ലെവലിന് മുകളിൽ നമുക്ക് ഈ ഫോട്ടോൺ ഓഫ് എനർജി ഇൻസിഡന്റ് ചെയ്താലാണ് എന്താ ചെയ്യുക, corresponding electrons form ചെയ്യുക. ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ഇൻ ടേംസ് ഓഫ് ടെക്നോളജി കുഡ് ബി ബേസ്ഡ് ഓൺ, ഈ ഫോട്ടോൺ ഡിറ്റക്ടേഴ്സിന്റെ ടെക്നോളജി അനുസരിച്ച് ഫോട്ടോൺ ഡിറ്റക്ടേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പം നമ്മുടെ ഫോട്ടോ ഡയോഡ്സ് അല്ലെങ്കിൽ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ബേസ്ഡ് ഓൺ ഫോട്ടോൺ ഡിറ്റക്ഷൻസ് ആണ്. കാരണം ഇവിടെ എന്താ ചെയ്യുന്നത്, ഫോട്ടോൺസ് ഇലക്ട്രോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന്റെ ടെക്നോളജി, ഈ ടെക്നോളജി അനുസരിച്ച് ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഇസ് വാക്വം ട്യൂബ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഫോട്ടോ മൾട്ടിപ്ലയേഴ്സ്. അതല്ല സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആണ് അവിടെ യൂസ് ചെയ്യണത്, ദാറ്റ് ഇസ് കാൾഡ് ഫോട്ടോ ഡയോഡ്സ്. സോ നമ്മൾ ഇവിടെ സെമി കണ്ടക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹിയർ വി ആർ യൂസിങ് ഫോട്ടോ ഡയോഡ്സ് ഫോർ കൺവേർട്ടിങ് ഫോട്ടോൺസ് ടു കറസ്പോണ്ടിങ് ഇലക്ട്രോൺസ്. ആ ഇലക്ട്രോൺസ് ആയിട്ട് ഫോം ചെയ്യാൻ ഇലക്ട്രോൺസ് മൂവ്മെന്റോട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് കാൾഡ് ഫോട്ടോ ഡിറ്റക്ഷൻ. ഓക്കെ, so for optical fiber applications, semiconductor devices are preferred because of their small size, good responsivity and high speed.
ഓക്കെ, സെമി കണ്ടക്ടർ ആപ്ലിക്കേഷനിൽ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം അതിന്റെ സൈസ് കുറവാണ്, റെസ്പോൺസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്പീഡൊക്കെ കൂടുതലായതുകൊണ്ട് നമ്മൾ സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ സെമി കണ്ടക്ടർ ഡിവൈസ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഫോട്ടോ ഡിറ്റക്ഷൻ അതായിരിക്കും, ഫോട്ടോ ഡയോഡ്സ് ആയിരിക്കും. സോ നമുക്ക് ഇനി പഠിക്കാനുള്ള സെക്ഷൻ ഫോട്ടോ ഡയോഡ്സ് ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ഫോട്ടോ ഡയോഡ്സ്? അപ്പോൾ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡയോഡുകളാണ്, ഫോട്ടോ ഡയോഡ്സ് ആണ്. ഓക്കെ, then characteristics of a detector or detector, the main characteristics: sensitivity has to be matched to the emission spectra of the optical transmitter. ഓക്കെ, ഹൈലി സെൻസിറ്റീവ് ആണ്, എന്നാലേ നമ്മുടെ വരുന്ന ലൈറ്റിന് അതെന്തേ ഉള്ളൂ, സെൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ദർ ഷുഡ് ബി എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് സിഗ്നൽ ആൻഡ് ദ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് സിഗ്നൽ ഓഫ് ദ ഫോട്ടോ ഡിറ്റക്ടർ. ഓക്കെ, ഇൻസിഡന്റ് സിഗ്നലിന്റെ ഇന്റൻസിറ്റി അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ടും തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് വേണം. അതായത് നമുക്ക് എത്ര ഫോട്ടോൺസ് ഇൻസിഡന്റ് ചെയ്തോ അത്രയും ഔട്ട്പുട്ട്, അതായത് അത്രയും ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ കറണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതുപോലെ ഇൻസിഡന്റ് ചെയ്യുന്ന ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിനെയും അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ഇലക്ട്രിക്കൽ ഔട്ട്പുട്ടും തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് വേണം. ഓക്കെ, ഹൈ ക്വാണ്ടം എഫിഷ്യൻസി ഓർ ഹൈ സ്പെക്ട്രൽ സെൻസിറ്റിവിറ്റി. ഓക്കെ, നമ്മുടെ ഡിറ്റക്ടറിന് വേണ്ട സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് എഫിഷ്യൻസി, ക്വാണ്ടം എഫിഷ്യൻസി കൂടണം, അതുപോലെ തന്നെ ഫാസ്റ്റ് റെസ്പോൺസ് ടൈം ടു ഒബ്റ്റെയിൻ ഹൈ ഡാറ്റ റേറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ, ഹൈ ഡാറ്റ റേറ്റിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്, ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണം. ഇതിപ്പോൾ ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷനിലാണ് യൂസ് ചെയ്യുക, കാരണം നമുക്കറിയാം ഫൈബർ ഓപ്റ്റിക്കിൽ ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഡിറ്റക്ടേഴ്സ് ഒക്കെ എന്തായിരിക്കണം, റെസ്പോൺസ് ടൈം കൂടണം. Okay, stability of performance irrespective of ambient conditions such as temperature, reliability and robustness. Okay, stable ആവണം, അതായത് ആംബിയൻ കണ്ടീഷൻ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഡിഫറൻസോ അതുപോലെ തന്നെ റോബസ്റ്റ്നെസ് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പാടില്ല. സ്റ്റേബിൾ പെർഫോമൻസ് പ്രൊഡ്യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ലോങ് ലൈഫ് ആവണം, ലെസ് നോയ്സ് ആണ്, അതുപോലെ തന്നെ ലോ കോസ്റ്റ് ആണ്. ഓക്കെ, ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡിറ്റക്ടർ. ഓക്കെ, നമുക്ക് ഫോട്ടോ ഡയോഡ്സിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഫോട്ടോ ഡയോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ 2 ടെർമിനൽ ഡിവൈസ്. ഫോട്ടോ ഡയോഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡയോഡാണ്. ഡയോഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഫോം ചെയ്യുന്ന, ഒരു പി സെമി കണ്ടക്ടർ ഒരു എൻ സെമി കണ്ടക്ടറും കൂടി ജോയിൻ ചെയ്താണ്. സോ പി ടൈപ്പ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ജോയിൻ ചെയ്ത് പി എൻ ജംഗ്ഷൻ ഫോം ചെയ്താലേ നമുക്ക് എന്തുണ്ടാവും, ഫോട്ടോ ഡയോഡ്സ് ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് ഇതൊരു 2 ടെർമിനൽ ഡിവൈസ് ആണ്. ആനോഡ് ഉണ്ടാവും, കാഥോഡ് ഉണ്ടാവും. ഇറ്റ് ഈസ് യൂസ് ഫോർ ഡിറ്റക്ട് ലൈറ്റ് സിഗ്നൽ. ഓക്കെ, ലൈറ്റ് സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് പ്രിൻസിപ്പൽ മീൻസ് ഇറ്റ് കൺവേർട്സ് ലൈറ്റ് സിഗ്നൽ ഇൻ ടു കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ. നിങ്ങൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റിവേഴ്സ് ബയാസ് ആൻഡ് ഇൻ ഫോർവേഡ് ബയാസ്ഡ്. It is used in reverse bias. When it is used in forward bias, it works similar to the normal PN junction diode. Okay, ഇനി ഫോട്ടോ ഡയോഡിന്റെ ഒരു പ്രത്യേകത, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോട്ടോ ഡയോഡ് പറയാൻ കാരണം, ഫോട്ടോ ഡയോഡ്സ് അല്ലെങ്കിൽ ഫോട്ടോ ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡയോഡ്സ് ഒക്കെ എന്താണ്, റിവേഴ്സ് ബയാസിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഫോട്ടോ ഡയോഡ്സ് ആർ വർക്ക്ഡ് on the basis of reverse biased. When it is connected in forward biasൽ കണക്ട് ചെയ്താൽ അത് നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് ആയിട്ട് വർക്ക് ചെയ്യും. ഇപ്പൊ നമ്മൾ ഇൻ ദ കേസ് ഓഫ് ഒപ്റ്റിക്കൽ സോഴ്സസിനെ കുറിച്ച് എന്തായിരുന്നു പറഞ്ഞത്, LED ആൻഡ് ലേസറിൽ എന്താ പറഞ്ഞത്, അത് ഫോർവേഡ് ബയാസിൽ നോർമൽ പി എൻ ജംഗ്ഷൻ, ഫോർവേഡ് ബയാസിൽ കണ്ടക്ട് ചെയ്യുള്ളൂ, റിവേഴ്സ് ബയാസിൽ നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ ഫോട്ടോ ഡയോഡിന്റെ കേസിൽ അത് റിവേഴ്സ് ബയാസിലാണ് എന്ത് ചെയ്യുന്നത്, ഫോട്ടോണിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. ആൻഡ് ഫോർവേഡ് ബയാസിൽ അത് നോർമൽ പി എൻ ജംഗ്ഷൻ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, സോ സിംബൽ ഓഫ് ഫോട്ടോ ഡയോഡ്. അപ്പോൾ ഫോട്ടോ ഡയോഡ് ആകുമ്പോൾ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നതാണ്. സോ ഒരു ഡയോഡ് ദാറ്റ് ഈസ് ഒരു പോസിറ്റീവ്, ദാറ്റ് ഈസ് പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഈ ഒരു ജംഗ്ഷനിലോട്ട് ലൈറ്റ് വരുന്നതാണ് ഇതാണ്. ഓക്കെ, ലൈറ്റ് ഇതിലോട്ട് ഇൻസിഡന്റ് ചെയ്യാണ്, കാരണം ലൈറ്റ് വരുന്ന ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാണ് ചെയ്യുന്നത്, അതിന്റെ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ ഫോം ചെയ്തിട്ട്. ഓക്കെ, അവിടെ എന്തായിരുന്നു, ലൈറ്റ് ഫോം ചെയ്യായിരുന്നു. സോ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആകുമ്പോൾ ലൈറ്റ് LED ഒക്കെ സിമ്പിള് ലൈറ്റ് പുറത്ത് പോവായിരുന്നു. ഇവിടെ ഫോട്ടോ ഡയോഡിന്റെ സിമ്പിള് ലൈറ്റ് ഇങ്ങോട്ട് അകത്തോട്ട് വരാം. ഓക്കെ, ലൈറ്റ് ഇങ്ങോട്ട് ഇൻസിഡന്റ് ചെയ്യുന്നതാണ് സിമ്പിള്. ദിസ് ഇസ് പി റീജിയൻ, ദിസ് ഇസ് എൻ റീജിയൻ. പി റീജിയനിന്റെ ടെർമിനൽ ആണ് ആനോഡ്, പോസിറ്റീവ് ടെർമിനൽ. എൻ റീജിയൻ എടുക്കുന്ന ടെർമിനൽ ആണ് കാത്തോഡ്. 2 ടെർമിനൽ പറഞ്ഞു. ഓക്കെ, ദാറ്റ് ഇസ് നെഗറ്റീവ് ടെർമിനൽ. ദിസ് ഇസ് ദ സിമ്പിൾ ഓഫ് ഫോട്ടോ ഡയോഡ്. നമുക്ക് സ്ട്രക്ചർ ഓഫ് ഫോട്ടോ ഡയോഡ് പഠിക്കാം. ഓക്കെ, ഫോട്ടോ ഡയോഡിന്റെ മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ. സോ നോർമൽ ആയിട്ട് നമുക്കൊരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്, ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട് അല്ലെ. ഇവരെ തമ്മിൽ നമ്മൾ ഡിഫ്യൂസ് ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ പ്രത്യേകത എന്താ, അവിടെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്. ഓക്കെ, ദിസ് ഇസ് കാൾഡ് ഹോൾസ്. ഓക്കെ, ദിസ് ഈസ് ഹോൾസ് and minority charge carriers electrons ആണ്. So in p type semiconductor the majority charge carriers is holes and the minority charge carriers are
electrons. Okay, similar way in n-type semiconductor, the majority charge carriers electrons, അതുപോലെ തന്നെ minority charge carriers holes ആണ്. Okay, when this p-type and n-type semiconductor diffused together, അവർ തമ്മിൽ ഡിഫ്യൂസ് ചെയ്താൽ നമുക്കറിയാം ഒരു സ്പേസ് ചാർജ് റീജിയൻ അല്ലെങ്കിൽ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. ഓക്കെ, ഇവർ രണ്ടാളും ഡിഫ്യൂസ് ചെയ്താൽ സ്പേസ് ചാർജ് റീജിയൻ അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. അതെങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് വരുന്ന ഇലക്ട്രോൺസ് ഈ പി ടൈപ്പ് പോസിറ്റീവ് ടെർമിനലാണ് ഇങ്ങോട്ട് അട്രാക്റ്റഡ് ആവും. സോ ഇലക്ട്രോൺസ് വിൽ അട്രാക്റ്റഡ്. അപ്പോൾ ഇലക്ട്രോൺസ് ഇവിടുന്ന് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഹോള്, okay, vacant hole produce ചെയ്തിട്ട് electrons move. Hole is of positive charge and electron is of negative charge. So equal amount of electron and holes form ചെയ്യും. This is called a depletion region. Okay, depletion region will restrict the movement of current from p type to n type. ഈ p type നിന്ന് n type ലോട്ട് കറന്റ് മൂവ് ചെയ്യാനുള്ള റെസ്ട്രിക്ട് ചെയ്യും ഈ ഡിപ്ലീഷൻ റീജിയൻ. ഓക്കെ, സോ അത് ഒരു ബാരിയർ ആയിട്ടാണ് നമുക്ക് നിൽക്കുക. അത് നോർമലി നമുക്കറിയാം. ഓക്കെ, ഇനി ഇവിടെ ഫോട്ടോ ഡയോഡിന്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഡിപ്ലീഷൻ റീജിയന് മുകളിലായിട്ട് ഒരു ലെൻസ് വെക്കും. ഓക്കെ, ലെൻസ്, ഈ ലെൻസിലൂടെയാണ് നമ്മുടെ ലൈറ്റ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നത് ലൈറ്റ് പാസ് ത്രൂ ദിസ്, ഇതിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പി ടൈപ്പ് റീജിയനിലും അതുപോലെ തന്നെ എൻ ടൈപ്പ് റീജിയനിലും ഈ ഇലക്ട്രോൺസ് ഹോൾ പെയർസ് തമ്മിൽ കോവാലന്റ് ബോണ്ടഡ് ആയിരിക്കും. ഓക്കെ, ഈ ഇലക്ട്രോൺസ് തമ്മിലും ഹോൾസ് തമ്മിലും കോവാലന്റ് ബോണ്ടഡ് ആയിരിക്കും. ആൻഡ് ഓൾസോ ഇവിടെ ഈ ഡിപ്ലീഷൻ റീജിയനിലും എന്തുണ്ട്, കോവാലന്റ് ബോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് ഹോൾസും തമ്മിൽ കോവാലന്റ് ബോൺസ് ഉണ്ട്. സോ ലൈറ്റ് നമ്മുടെ ഈ ഡിപ്ലീഷൻ റീജിയനിലോട്ട് വരുമ്പോൾ ഈ കോവാലന്റ് ബോൺസ് ബ്രേക്ക് ചെയ്യും. പിന്നെ കോവാലന്റ് ബോൺസിന്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പി ടൈപ്പിലുള്ള കോവാലന്റ് ബോണ്ട് അതുപോലെ തന്നെ എൻ ടൈപ്പിലുള്ള കോവാലന്റ് ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടുതലാണ് ആസ് കമ്പയർഡ് ടു ദ സ്ട്രെങ്ത് ഓഫ് കോവാലന്റ് ബോൺസ് ഇൻ ദിസ് പൊട്ടൻഷ്യൽ ബാരിയർ. ഈ പൊട്ടൻഷ്യൽ ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞു അയോൺസ് ഫോം ചെയ്യും. ഈ അയോൺ ഫോം ചെയ്യുന്ന ഈ അയോൺസിനാണ് പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയാം കേട്ടോ. പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയാൻ കാരണം ഇവിടുന്ന് പി ടൈപ്പിൽ നിന്ന് എൻ ടൈപ്പിലോട്ട് അത് കറണ്ട് പാസ് ചെയ്യാത്തതുകൊണ്ട് അതിനെ ബാരിയർ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ബാരിയർ. ഓക്കെ, അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ബാരിയറുള്ള അയോൺസിന് കോവാലന്റ് ബോൺസിന് സ്ട്രെങ്ത് കുറവാണ് ആസ് കമ്പയർഡ് ടു പി ടൈപ്പ് എൻ ടൈപ്പ്. പി ടൈപ്പിനെ എൻ ടൈപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള സ്ട്രെങ്ത് കോവാലന്റ് ബോൺസിന്റെ സ്ട്രെങ്ത് കുറവാണ്. സോ ലൈറ്റ് നമ്മുടെ ലെൻസിലൂടെ ഇത് പാസ് ചെയ്ത് ഈ ഒരു ഡിപ്ലീഷൻ റീജിയനിലോട്ട് എത്തിയാൽ ഇവിടെയുള്ള ഇലക്ട്രോൺസും ഹോൾസും ഒക്കെ കോവാലന്റ് ബോണ്ടാണ്. ഈ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ഈ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ്, ഫ്രീ ഹോൾസ്, അതായത് ഫ്രീ ചാർജ് കാരിയേഴ്സ് ഫോം ചെയ്യും. ഈ ഫ്രീ ചാർജ് കാരിയേഴ്സ് ആണ് എന്ത് ഫോം ചെയ്യുന്നത്, കറന്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ലൈറ്റ് വരുന്നത് എന്ത് ചെയ്തു, ഫോട്ടോ ഡയോഡിന്റെ വർക്കിംഗ് ആണ്. ഫോട്ടോ ഡയോഡിന്റെ ലൈറ്റ് വരുന്നു. സോ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നത് ഈ ഒരു ഡിപ്ലീഷൻ റീജിയനിൽ ഇൻസിഡന്റ് ചെയ്യും. അപ്പൊ ഡിപ്ലീഷൻ റീജിയനിലുള്ള കോവാലന്റ് ബോൺസ് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഹോൾസ് റിലീസ് ചെയ്യും. ഈ ഇലക്ട്രോൺ ഹോൾസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ കറന്റ്. അങ്ങനെ കറസ്പോണ്ടിങ് കറന്റ് ഫോം ചെയ്യും. ഇത് ഈ ലൈറ്റ് ഫോളോ ചെയ്യുന്നതിന് ലീനിയർ ആയിട്ട് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കറന്റ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇത് റിവേഴ്സ് ബയാസ്ഡ് ആയതുകൊണ്ട് പി ടൈപ്പ് ഇസ് കണക്റ്റഡ് ടു എൻ നെഗറ്റീവ് ടെർമിനൽ ആൻഡ് എൻ ടൈപ്പ് ഇസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ. ഓക്കെ, ഇതാണ് അതിന്റെ സ്ട്രക്ചറും വർക്കിങ്ങും. സോ ഞാൻ ഒന്ന് ജസ്റ്റ് വായിക്കാം. So relative current due to light is negligible, hence we don't use photodiode in forward biased. Sorry. Okay. Sorry. Covalent bonds are there in p-type and n-type cell chain, but strength of covalent bond is less in space charge region or depletion region. Depletion region വേറെ പേരാണ് space charge region. അവിടെ strength of covalent bond കുറവാണ്. When covalent bonds are getting breakdown, it releases free electrons and free holes. So breaking of covalent bond due to light generate current. So in photodiode, light generates current. അങ്ങനെയാണ് photodiode കറണ്ട് ഫോം ചെയ്യുന്നത്. ഈ ബ്രേക്കിംഗ് ഓഫ് കോവാലന്റ് ബോണ്ട് കൊണ്ട് ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് പെയർസ് ഫോം ചെയ്യും. ഈ ഇലക്ട്രോൺ ഹോൾ പെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ജനറേഷൻ ഓഫ് കറന്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ the working of photodiode. Then moving to the characteristics of photodiode. Okay, what are the characteristics of photodiode include, this is the x-axis, this is voltage, it is anode voltage, and this is anode current. So anode base ആയിട്ട് നമ്മൾ പറയുന്നത്, this is forward region and this is reverse region. In forward bias എന്താ സംഭവിക്കുക, this is P is anode, this is cathode. So forward bias P is connected to positive, and N is connected to negative.
ഓക്കെ. സോ ഇൻ ഫോർവേഡ് ബയാസിൽ ഈ ആനോഡിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ ആനോഡ് ഈസ് മോർ പോസിറ്റീവ് ദാൻ കാത്തോഡ്. കാത്തോഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ആനോഡ് മോർ പോസിറ്റീവ് ആവും. ഓക്കെ. ഇനി ഇവിടെ അതായത് നമ്മുടെ വോൾട്ടേജ് കൂടുന്തോറും നമ്മുടെ ഇതിന്റെ കറണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു വോൾട്ടേജ് ഒരു സെർട്ടൈൻ ലെവൽ വരെ, അതായത് ഒരു പോയിന്റ് വരെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്താലും കറണ്ടിന് ഒരു ചേഞ്ചും ഇല്ല. ദാറ്റ് ഈസ് കാൾഡ് പൊട്ടൻഷ്യൽ ബാരിയർ. ആ ഒരു ബാരിയർ, അതായത് നമ്മളുടെ ഞാൻ പറഞ്ഞു പൊട്ടൻഷ്യൽ ബാരിയർ പറഞ്ഞാൽ നമ്മുടെ കറണ്ടിനെ ഫ്ലോ ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഓരോ സെമി കണ്ടക്ടറിനും ഓരോ പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ട്. സിലിക്കന്റെ പൊട്ടൻഷ്യൽ ബാരിയർ ആണ് 0.7 വോൾട്ട്. അതുപോലെ തന്നെ ജർമ്മേനിയത്തിന്റെ പൊട്ടൻഷ്യൽ ബാരിയർ ആണ് 0.3 വോൾട്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ ബാരിയർ ഇസ് ലോ ഫോർ ജർമ്മേനിയം. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഒരു ത്രെഷോൾഡ് കഴിഞ്ഞാലേ ഈ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് നമുക്ക് കറണ്ട് കൂടുകയുള്ളൂ. സോ ഈ ഒരു വോൾട്ടേജിനെ പറഞ്ഞ പേരാണ് പൊട്ടൻഷ്യൽ ബാരിയർ. സോ after so when we are applying a voltage greater than potential barrier, it continues to produce current. Okay, current producing, this is called forward bias. പക്ഷെ നമ്മൾ ഇവിടെ ഫോട്ടോ ഡയോഡിൽ we are using reverse biased. Reverse biased ആണ് P region is connected to negative terminal and N region is connected to positive terminal, and the light will fall on this region and corresponding covalent bonds will break and electron hole pair will produce, and this electron hole pair is responsible for current. ഇനി ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ റിവേഴ്സ് ബയാസിൽ ആസ് ദ വോൾട്ടേജ് ഇൻക്രീസസ്, നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്താൽ കറണ്ട് ജസ്റ്റ് ഇൻക്രീസ് ചെയ്യും. കറണ്ട് ഈ വൈ ആക്സിസ് വരുന്നത്. ഓക്കെ, കറണ്ട് ഇൻക്രീസ് ചെയ്യും റിവേഴ്സ് ബയാസ് ആയതുകൊണ്ട് ഈ ഒരു സൈഡിൽ. സോ കറണ്ട് ആദ്യം കോൺസ്റ്റന്റ് ആയിരിക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സോ ഫോട്ടോ ഡയോഡ്സ് ഈ ഫോർവേഡ് ബയാസിലാണ് പറയാം. ഫോട്ടോ ഡയോഡ്സ് ഫോർവേഡ് ബയാസിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഫോർവേഡ് ബയാസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ ഡയോഡ്സിൽ നമ്മൾ പറഞ്ഞു വോൾട്ടേജ് ഒരു ത്രെഷോൾഡ് വരെ ഇൻക്രീസ് ചെയ്താൽ അത് എന്താവില്ല, കണ്ടക്ട് ചെയ്യില്ല, അതായത് കറണ്ട് ഫോം ചെയ്യില്ല. ആഫ്റ്റർ ദ ത്രെഷോൾഡ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് വരുമ്പോൾ മില്ലി ആംബിയറിലാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് നമ്മൾ ഫോളോ ചെയ്താലും നമുക്ക് ആ ഒരു ലൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. So in forward bias, anode current flows in terms of milliampere. ആനോഡ് കറണ്ടും ആനോഡ് വോൾട്ടേജും നമ്മൾ പറയുന്നത്. അപ്പോൾ ഫോർവേഡ് ബയാസിലെ കേസിൽ ആനോഡ് കറണ്ട് മില്ലി ആംബിയറിലാണ് നമ്മൾ എടുക്കുന്നത്, ഫ്ലോ ചെയ്യുന്നത് മില്ലി ആംബിയറിൽ. സോ കറണ്ട് ഡ്യൂ ടു ലൈറ്റ് ഇസ് ദർ ഇൻ ടേംസ് ഓഫ് മൈക്രോ ആംബിയർ. ഓക്കെ, അപ്പോൾ ലൈറ്റിൽ നിന്ന് വരുന്ന അതായത് നമ്മുടെ ലൈറ്റ് കൊണ്ട് ഉണ്ടാകുന്ന കറണ്ട് മൈക്രോ ആംബിയറിലാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു ഫോർവേഡ് ബയാസിൽ മില്ലി ആംബിയറിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കറണ്ട് കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ, സോ റിലേറ്റീവ് കറണ്ട് ഡ്യൂ ടു ലൈറ്റ് ഇസ് നെഗ്ലിജിബിൾ, ഹാൻസ് വി ഡോണ്ട് യൂസ് ഫോട്ടോഡയോഡ് ഇൻ ഫോർവേഡ് ബയാസ്. ഓക്കെ, അപ്പോൾ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ റിലേറ്റീവ് ആയിട്ട് എന്താവില്ല, കറണ്ട് നെഗ്ലിജിബിൾ ആണ്, അതായത് അധികം കറണ്ട് കിട്ടില്ല. അതായത് ഈ ഒരു ഫോർവേഡ് ബയാസിൽ മില്ലി ആംബിയറിലുള്ള കറണ്ടേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ലൈറ്റ് നമുക്ക് ഒരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് മൈക്രോ ആംബിയറിലാണ്. സോ നമുക്ക് ഫോർവേഡ് ബയാസ് യൂസ് ചെയ്താൽ വേണ്ട മൈക്രോ ആംബിയറിലായതുകൊണ്ട് നമുക്ക് മില്ലി ആംബിയറിലായതുകൊണ്ട് വേണ്ട ലൈറ്റ് നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, സോ ആ ലൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് കിട്ടില്ല. സോ വി ആർ നോട്ട് യൂസിങ് ഇൻ ഫോർവേഡ് ബയാസ്. ഓക്കെ, ഫോട്ടോ ഡയോഡ് ഇൻ ഫോർവേഡ് ബയാസ്. അതുകൊണ്ട് തന്നെ ഫോട്ടോ ഡയോഡ് നമ്മൾ ഫോർവേഡ് ബയാസ് യൂസ് ചെയ്യുന്നില്ല. സോ വി ആർ യൂസിങ് ഫോട്ടോ ഡയോഡ് ഇൻ റിവേഴ്സ് ബയാസ്. ഇനി റിവേഴ്സ് ബയാസിന്റെ കേസിൽ റിവേഴ്സ് ബയാസ്, this is called dark current. Okay, then what is dark current? Dark current എന്താന്ന് വെച്ചാൽ, ഡാർക്ക് എന്ന് പറയുമ്പോൾ വിത്തൗട്ട് ലൈറ്റ് ആണല്ലോ, അതായത് ലൈറ്റ് ഒന്നും നമ്മൾ ഫോളോ ചെയ്യാതെ ഇരിക്കുമ്പോഴുള്ള കറണ്ടാണ് ഡാർക്ക് കറണ്ട്. ഈ ഒരു പോർഷൻ, ഓക്കെ, ഈ ഒരു വിഡ്ത്ത്, ഓക്കെ, ഈ ഒരു ഇതാണ് ഡാർക്ക് കറണ്ട്. ഇവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ, ഈ ഒരു കറണ്ട്, ഈ ഒരു ഇത്ര വിഡ്ത്തുള്ള കറണ്ട്, ഈ ഒരു കറണ്ടിനെ പറയുന്നത് ഡാർക്ക് കറണ്ട്. ഡാർക്ക് കറണ്ട് എന്ന് പറയാനൊന്നുമില്ല, നമ്മൾ ലൈറ്റ് പാസ് ചെയ്യാത്തപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടാണ് ഡാർക്ക് കറണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ലൈറ്റ് ആണ് നമ്മൾ ഈ ബോണ്ട് തമ്മിൽ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്രീ ഇലക്ട്രോൺ ഹോൾ പെയർസ് അല്ലെങ്കിൽ ഫ്രീ കാരിയേഴ്സ് ഫോം ചെയ്തിട്ടാണ് കറണ്ട് ഫോം ചെയ്യുന്നത്. പക്ഷെ ഡാർക്ക് കറണ്ട് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പി ടൈപ്പ് റീജിയനിലും അതുപോലെ തന്നെ എൻ ടൈപ്പ് റീജിയനിലുള്ള
മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ് ഈ ഒരു കറണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, പി ടൈപ്പ് റീജിയനിൽ നമുക്ക് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ് ആൻഡ് ഹോൾസ് ഇൻ എൻ ടൈപ്പ് റീജിയൻ. ഇലക്ട്രോൺസ് ഇൻ പി ടൈപ്പ് റീജിയൻ, ഹോൾസ് ഇൻ എൻ ടൈപ്പ് റീജിയൻ അവിടെ ഫ്രീ കാരിയേഴ്സ് ആണ്. സോ ഈ ഫ്രീ കാരിയേഴ്സ് കാരണം ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് കാൾഡ് ഡാർക്ക് കറണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഡാർക്ക് കറണ്ട്, ഇതാണ് ഡാർക്ക് കറണ്ട്. പിന്നെ ഒരു റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആകുമ്പോൾ കറണ്ട് അബ്രപ്റ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ദിസ് ഇസ് ഡാർക്ക് കറണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ കറണ്ട്, അതായത് ലൈറ്റ്, നമ്മൾ ഇവിടെ ലൈറ്റ് ഇല്ല, ഇൻ ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ് ആണ് ഈ ഒരു കറണ്ട് കിട്ടുന്നത്. ദാറ്റ് ഇസ് ഡാർക്ക് കറണ്ട്. വെൻ ലൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ കറണ്ട് വീണ്ടും ഇൻക്രീസ് ആയി. സോ ലൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന കറണ്ട് മൈക്രോ ആംബിയേഴ്സിലാണ് വരുന്നത്. സോ ദിസ് ഇസ് മേ ബി 100 മൈക്രോ ആംബിയർ, ദിസ് ഇസ് 200 മൈക്രോ ആംബിയർ, ദിസ് ഇസ് 300 മൈക്രോ ആംബിയർ. സോ ലൈറ്റ് ഇൻക്രീസ് ചെയ്യും തോറും നമ്മുടെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന അവിടെ കാണിക്കുന്നത്. അപ്പോൾ ലൈറ്റും കറണ്ടും, അതായത് നമ്മൾ ഇൻപുട്ട് വരുന്ന ലൈറ്റും അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ കറണ്ടും ലീനിയർ ആണെന്ന് പറയാൻ കാരണം അതാണ്. അതായത് നമ്മുടെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുന്തോറും ഇവിടെ കറണ്ടിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, ഇൻ റിവേഴ്സ് ബയാസിൽ എന്താണ് കറണ്ട് കൂടുന്നു, അതായത് മൈക്രോ ആംപിയറിലാണ് നമുക്ക് റിവേഴ്സ് ലൈനിൽ കറണ്ട് കിട്ടുന്നത്. ഓക്കെ, സോ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ റിവേഴ്സ് ബയാസ് ആനോഡ് കറണ്ട് ഇസ് ഫ്ലോസ് ഇൻ ടേംസ് ഓഫ് മൈക്രോ ആംപിയർ ആൻഡ് ഓൾസോ കറണ്ട് ഡ്യൂ ടു ലൈറ്റ് ഇസ് ഓൾസോ ഇൻ ടേംസ് ഓഫ് മൈക്രോ ആംപിയർ. അവിടെ ആനോഡ് കറണ്ട് മില്ലി ആംപിയറിലായിരുന്നു, ഇവിടെ ആനോഡ് കറണ്ട് മൈക്രോ ആംപിയറിലാണ്. അതുപോലെ തന്നെ ലൈറ്റ്, അതായത് കറണ്ട് ഡ്യൂ ടു ലൈറ്റ് കൊണ്ട് ഉണ്ടാവുന്ന കറണ്ട് മൈക്രോ ആംപിയറിലാണ്. സോ ദേ ആർ റിലേറ്റീവ്ലി കമ്പാരബിൾ. സോ വി ആർ യൂസിങ് photodiode in reverse bias. Okay, so the anode current മൈക്രോ ആംപിയർ റേഞ്ച് ആയതുകൊണ്ട് നമ്മൾ റിവേഴ്സ് ബയാസിലാണ് യൂസ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഓക്കെ, ഇൻ ഫോർവേഡ് ബയാസിന്റെ കേസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും, പിയും എന്നും റീജിയനിൽ ഫോർവേഡ് ബയാസിന്റെ കേസിൽ അതിന്റെ ഡിപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ ഡിപ്ലീഷൻ തിക്നെസ് ലെസ് ആയിരിക്കും അല്ലെ. ഡിപ്ലീഷൻ റീജിയന്റെ തിക്നെസ് കുറവായിരിക്കും ഫോർവേഡ് ബയാസിൽ. അപ്പൊ തിക്നെസ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ലൈറ്റ് ഇതിലോട്ട് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന കോവാലൻ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ റിലീസ് ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയറിന്റെ റിലീസിന്റെ നമ്പറും കുറയും, ഡിപ്ലീഷൻ റീജിയൻ ചെറുതായതുകൊണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കേസിലും നമുക്ക് ലൈറ്റ് ഇൻസിഡന്റിന് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ആ ഒരു കേസാണ്, അങ്ങനെയും പറയാം ഈ ഒരു കേസിന്. ഓക്കെ, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് പറയും, ഇങ്ങനെയും പറയാം. അതായത് അപ്പൊ ഡിപ്ലീഷൻ റീജിയന്റെ തിക്നെസ് കുറവായതുകൊണ്ട് ലൈറ്റ് ഇൻസിഡന്റ്, എത്രയും ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നത് ഈ ഡിപ്ലീഷൻ റീജിയനിൽ എത്തുന്നത് കുറവായിരിക്കും. സോ അവിടെ വരുന്ന റിലീസ് ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർസ് കുറവായിരിക്കും. ദ ബൈ വിൽ ഡിക്രീസ് ദ കറണ്ട് റെഡ്യൂസ് ചെയ്യും. പക്ഷെ റിവേഴ്സ് ബയാസ്ഡ് കേസ് ആണെങ്കിൽ അവിടെ ഡിപ്ലീഷൻ റീജിയന് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും, പി എൻ ജംഗ്ഷന്റെ ഇടയിലുള്ള ഡിപ്ലീഷൻ റീജിയന്. അപ്പൊ അതെന്ത് ചെയ്യും, പെർസെന്റേജ് ചേഞ്ച് ഇൻ കറണ്ട് ഡ്യൂ ടു ലൈറ്റ് വിൽ ഇൻക്രീസ്. അതായത് ഡിപ്ലീഷൻ റീജിയൻ എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ അത് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചേഞ്ച് ഇൻ കറണ്ട്, അതായത് നമ്മുടെ ലൈറ്റ് എത്രത്തോളം ഇൻസിഡന്റ് ചെയ്തു അത്രയും കറണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഇൻ കേസ് ഓഫ് റിവേഴ്സ് ബയാസ്ഡ്. സോ വി ആർ യൂസിങ് reverse biased technology or reverse bias. We are using photodiode in reverse bias, or diode act as photodiode in reverse biased. Okay, so that's all about today's class. Okay, thank you, have a nice day.